ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് വെൽക്കം ബാക്ക് ടു തനൂസ് ഡയറീസ്. അപ്പോൾ ഒത്തിരി നാളായി നമ്മൾ തമ്മിലിങ്ങനെ കണ്ടുമുട്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് DHS സ്റ്റാഫ് നഴ്സ് എക്സാം എഴുതിയവർ ഒരുപാട് ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ചേച്ചി എന്നായിരിക്കും ഷോർട്ട് ലിസ്റ്റ് വരിക, അതിന് എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ, കട്ട് ഓഫ് മാർക്കിൻ്റെ എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ ഞാൻ കട്ട് ഓഫ് മാർക്കിൻ്റെയൊക്കെ ഒരു ഏകദേശ രൂപം എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും ആയിരിക്കില്ല, കാരണം PSCയുടെ ഫൈനൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടില്ല. പക്ഷേ DHS സ്റ്റാഫ് നഴ്സ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യണം, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ NHMൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒത്തിരി പേരും ഈ വീഡിയോ കാണുന്ന ഭൂരിപക്ഷം പേരും MLSPs ആണ്. അപ്പോൾ കുറേയധികം സാലറി ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേര് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ഒരു പെർമനൻറ്റ് ജോബ് കിട്ടി അതിലേക്ക് പോവുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ MLSP ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ കിട്ടുന്ന ചാൻസ് എല്ലാം എക്സാം എഴുതുക. ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, കാരണം DME വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ESI എക്സാം വരുന്നുണ്ട്. സോ എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഞാൻ DHS എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ, DHS എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഒരു പെർമനൻറ്റ് ജോബ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. ഇപ്പോൾ തന്നെ ഈ ഒരു സിറ്റുവേഷനൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും ആൾക്കാർക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി നൈസോ. ഇനി വരുന്ന എക്സാംസും നമ്മുടെ വീഡിയോസൊന്നും മിസ്സാക്കാതെ നന്നായിട്ട് പഠിച്ചെഴുതാൻ ശ്രമിക്കുക. ഒരുപാട് പേര് Q&A സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പഠന ബന്ധമായിട്ടുള്ള കോമഡി വീഡിയോസ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, DHS സ്റ്റാഫ് നഴ്സ് എക്സാം ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർക്ക് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ട്രിവാൻഡ്രം വന്നു, തൃശ്ശൂർ, കോട്ടയം, അങ്ങനെയുള്ള കുറച്ച് ജില്ലകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്തു. മെസ്സേജ് കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി അപ്ലോഡ് ചെയ്തിരിക്കുന്നവർക്ക് കുഴപ്പമില്ല. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ 1 ഇയർ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് മാറ്റേണ്ടി വരും. അല്ലാത്തതൊക്കെ നമുക്ക് അത് തന്നെ മതിയാവും. അപ്പോൾ ഈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങളിപ്പം പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക. നമ്മുടെ കാറ്റഗറി നമ്പർ വന്നിട്ട് അർജൻറ്റ് ആക്ഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, പ്രതീക്ഷയുള്ള എല്ലാവരും, ഒരു 40-50 ഇടയ്ക്ക് മാർക്കൊക്കെയുള്ള എല്ലാവരും പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സപ്ലി ലിസ്റ്റ് അല്ലെങ്കിൽ മെയിൽ ലിസ്റ്റ്, നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരിക. സോ നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് നമ്മുടെ സോഡിയാക് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞേക്കുന്നത് 40-50 ഇടയ്ക്കാണ് കട്ട് ഓഫ് വരുന്നത്. അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സോ PSCയുടെ കട്ട് ഓഫ് ഫൈനലി വന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 40-50 മാർക്ക് ഇടയ്ക്ക് മാർക്കുള്ള മിക്കവാറും പേർക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. സോ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മുടെ എക്സാം സീരീസ് ഒന്നുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ESI എക്സാം വരുന്നുണ്ട്, DME വരുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള എക്സാം സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ Q&A സീരീസ് മുടങ്ങാതെ കാണുക, എക്സാം സീരീസ് കാണുക. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങനെ അങ്ങ് കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ. നമ്മുടെ DHS ഷോർട്ട് ലിസ്റ്റ് മെസ്സേജിൻ്റെ കാര്യം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കാം. അപ്പോൾ അത് ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റിച്ച ബൈ ബൈ, സീ യു അഗെയിൻ.